ഇടുക്കി അടിമാലിയിൽ സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണ അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. രാജാക്കാട് സ്വദേശി ഷീലയ്ക്കാണ് പരിക്കേറ്റത്. മരം മുറിച്ച് നീക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, എന്താണ് സംഭവിച്ചത്? അപകടത്തിൽ ഈ പരിക്ക് ഗുരുതരമാണോ ആ സ്ത്രീക്കേറ്റത്? എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങളായി ലഭിക്കുന്നത്? പ്രതീക്ഷ, തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് എന്ന് പറയേണ്ടി വരും. പാലായിൽ നിന്ന് പൂപ്പാറയിലേക്ക് പോകുന്ന ശക്തി എന്ന ബസിന് മുകളിലേക്ക് വഴിയരികിൽ നിന്ന് വലിയ മരം കടപുഴകി വീഴുകയായിരുന്നു. ബസിന്റെ മുൻവശത്ത് ആണ് ഈ മരം പതിച്ചത്. അവിടെ ഇരുന്ന ഒരു സ്ത്രീക്ക് മാത്രമാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. രാജാക്കാട് സ്വദേശിയായിട്ടുള്ള ഷീല എന്നാണ് അവരുടെ പേര്. അവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അവരെ വീട്ടിലേക്ക് മാറ്റി അവർക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഈ വാഹനം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് ഈ മരം കടപുഴകി വീഴുന്നതെങ്കിൽ ഇതിനും വലിയൊരു ദുരന്തമായി ഇത് മാറിയേ. ഏതായാലും കഴിഞ്ഞ ആഴ്ച സമാനമായി ഈ മരത്തിന്റെ ഒരു ചില്ല ഒടിഞ്ഞു വീണ് ഓട്ടോറിക്ഷയുടെ മുകളിൽ വീഴുകയും ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും ആ മരം അവിടെ നിന്ന് മുറിച്ചു നിൽക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത്. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അടിമാലി ടൗണിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. തലനാട്ടിഴയ്ക്ക് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിന് സമീപം സമാനമായ ഒരു അപകടം ഉണ്ടായി. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അധിക ദിവസമായിട്ടില്ല. ഇതിനിടയിൽ ഈ വഴിയരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു നീക്കുമെന്ന് അധികൃതർ പലതവണ പറയുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് അടിമാലിയിലുണ്ടായ ഈ സംഭവം. ശരി, ജെയിനാണ് വിവരം നൽകിയത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ തിരുത്തൽ ഉണ്ടാകുന്നുള്ളൂ. എന്തായാലും തലതാഴേക്കാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. ഈ മഴക്കാലമാണ്. കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഒരുപാട് ഇടങ്ങളിൽ ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകാറായി ദ്രവിച്ചൊക്കെ നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്.